കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ ആവശ്യം പറയുക. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ. ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത് വരെ, ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നത് വരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറിയാടുന്ന വലതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മുൾക്കടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. ഇന്ന് വരെ കൃപാസനത്തിൽ അർപ്പിച്ചിട്ടുള്ള 1000 ദേവബലിയുടെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. ഇന്നു മുതൽ കൃപാസനത്തിലുള്ള 10,000 ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആശ്വസിക്കപ്പെടട്ടെ. ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള 1000 ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുക്രിസ്തുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉത്തരനായ കർത്താവിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു ശക്തിയാൽ മാറിപ്പോകട്ടെ. കർത്താവെ, കടന്നു വരണമേ. കർത്താവെ, ശക്തി ഒഴുക്കണമേ. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന 10,000 മനുഷ്യരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണം. അവിടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം. അവിടെ സങ്കടങ്ങളിലും ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആപസിക്കട്ടെ. കർത്താവെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങൾ,
നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ, നിൻ്റെ ഭവനത്തെ നിൻ്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ, യേശുക്രിസ്തു നാമത്തിൽ അത് പരിഹരിക്കാനുള്ള നിൻ്റെ മുഴുവൻ ഉദ്യമങ്ങൾ, നിൻ്റെ വീട്ടിൽ വെള്ളം കയറാതെ, തണുക്ക് തറ ഈർക്കാതെ, നിൻ്റെ സ്ഥലങ്ങളെല്ലാം പല വ്യക്തികളും കുടുംബത്തിൽ പലതര ശ്വാസം മുട്ട് അനുഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കുന്ന കാരണം അതിൽ ഉടയക്കാരെ വെട്ടണമില്ല, പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു, പറഞ്ഞിട്ട് കേൾക്കണമില്ല, അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും, അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം, അതുപോലെ തന്നെ പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടി കർത്താവ് പലതരത്തിൽ ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവർ, ശ്വാസം മുട്ടി മനസ്സ് മടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. അവരെ എല്ലാം സാഹചര്യം പൊക്കിയെടുത്തുകൊണ്ട് വരണം കർത്താവേ. പലരും കർത്താവെ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവരുണ്ട് ഈശോയെ. ചിലർക്ക് വഴിയില്ല, ചിലർക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്നുണ്ട് ഈശോയെ. ചിലർ മലമുകളിൽ താമസിക്കുന്നു, ചിലർ കടലറ്റത്ത് താമസിക്കുന്നു, അത് ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലിച്ച് ജീവിക്കുന്നു. ചിലർ ജോലി കാരണം ആ ജോലി ഇനി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, പക്ഷേ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു. കർത്താവ് ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം 1-4 അനുസരിച്ച് കൊണ്ട് help those who have all kind of troubles, എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സഹായഹസ്തം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, പഠിക്കണത് തലക്കയറുന്നില്ല, പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല, ക്ലാസ്സിൽ എപ്പോഴും ആക്ഷേപപാത്രമാകുന്നു, ക്ലാസ്സിൽ എപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുന്നു, ഇനി ആ സ്കൂളിൽ പഠിക്കണില്ല, അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്ന മക്കളെ കർത്താവ് ന്യായസഭകൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തമ്മിൽ പറഞ്ഞ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല. ഇനി വഴക്കൊന്നും വേണ്ട, ഒരുമിച്ച് സ്വയമിച്ച് പോകാൻ, സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവ് നീ കയറി ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുന്നിൽ വർഷങ്ങളായി പലതരത്തിലുള്ള സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവരെ കാണിക്കുന്നുണ്ട്. അവർ കർത്താവ് വിവിധ പല സ്ഥലങ്ങളിൽ മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗ ആശുപത്രിയിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കർത്താവ് രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും, ഇന്ന് ആ രാത്രി രോഗം വരല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് വേവലാതിക്കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ നീ സന്ധിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവശക്തിയാൽ ഈ നിമിഷം ദൈവത്തിൻ്റെ കാറ്റ് നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ എന്നുള്ള വാക്യമാണ്. ആ വാക്യം വായിച്ച് 1 കൊരിന്തോസ് 11:23-24 1 കൊരിന്തോസ് 11:23-24 വാക്കുകൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും പൗലോസിന് ലഭിച്ചതും പൗലോസ് നിങ്ങളെ നമ്മളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കുർബാന പോരാ, വിശുദ്ധ സെബസ്ത്യാനോസ് അഗസ്ത്യൻ പറഞ്ഞാണ്, പരിശുദ്ധ കുർബാന പോരാ. ഇനി വീണ്ടും കർത്താവ് വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്താലും കുരിശിൽ മരിച്ചാൽ പോരും, അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളതാണ് ചെയ്തത്. പക്ഷെ അതല്ല, ദൈവത്തിന് കുർബാന പോലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയൊക്കെ സൂപ്പറാണ്. ഇതിനകത്ത് വരുന്നൊരു വിഷയം അറിയാമോ? കുർബാന എന്ന് പറയുന്നത് ഈ ലാറ്റിൻ മാസിലെ ദ മാസിസ് സെൻറ്റഡ് ഗോയിങ് പീസ് എന്ന് പറയും. ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അവിടുത്തെ മാസം എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്. അത് പണ്ട് മുതലേ ഉള്ള സഭയുടെ പ്രൗഢോജ്വലമായ പുരാതന പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നും കുർബാനയിൽ മാറ്റപ്പെടാത്ത ഒരു ഭാഗമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, കുർബാന ഒരിക്കലും അവസാനിക്കണില്ല. ഇപ്പം എന്താ പറഞ്ഞേ, ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാനപാത്രം എടുത്തുകൊണ്ടാണ് അറേഞ്ച് ചെയ്തു,
ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ രക്തത്തിലുള്ള എൻ്റെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പോൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാമോ, അതിനകത്ത് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അറിയാൻ പാടാത്തൊരു കാര്യമുണ്ട്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയുടെ ഒരു കുഴപ്പം അതാണ്. രാത്രിയുമാണ്. പിന്നെ എന്താണ് രാത്രി? നല്ല കാര്യമല്ലല്ല, കാണാൻ പോലാത്ത രാത്രി, ഇരുട്ടായ രാത്രി. ഇരുട്ടുമ്പോഴാണല്ലേ ഒറ്റിക്കൊടുക്കപ്പൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലേശമായിട്ട് ഒറ്റയ്ക്ക് വരത്തില്ലേ, വരുമ്പോൾ എല്ലാം കൂടിയേ വരത്തുള്ളൂ. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കണ്ട കർത്താവ് ഇതിൽ എനിക്ക് കയ്യേൽപ്പിച്ച് തന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് ലഭിച്ചത് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ. സിറ്റുവേഷൻസിൻ്റെ പറയണം, സമയത്തിൻ്റെ പ്രത്യേകത പറയണം. ആ രാത്രി എന്താണ്? അവൻ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്താണ് ഈശോ ചെയ്യണത്? കൃതജ്ഞത അർപ്പിച്ചെന്ന്. അതാണ് കുർബാനയുടെ ആഴം എന്ന് പറയുന്നത്. നമ്മുടെ രാത്രികളെ ഒറ്റിക്കൊടുക്കപ്പെട്ട ഒരു നൊമ്പരമില്ലേ, ആ നൊമ്പരത്തെ കൃതജ്ഞതയാക്കിയാണ് മാറ്റുന്നത് ഈശോ. അത് എൻ്റെ മക്കളെ, ഒരു കാര്യം ഭയങ്കരമായ സത്യമാണ്. ഞാനിപ്പോൾ മാതാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയല്ല, അതിപ്പോൾ ഒരു കുറവായിട്ട് ചില സമയത്ത് തോന്നും. ഇപ്പം ഈ അമ്മയെ കണ്ടപ്പം നിത്യത എന്താണെന്ന് ഞാൻ കണ്ടില്ലേ? കണ്ടത് പിന്നെ വിശ്വാസമല്ലല്ലോ, കണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ. അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ കുർബാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പോൾ ഒരേ സമയം തന്നെ എന്താ സംഭവം? രാത്രിയുമായി ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്തു. ഈ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെ രാത്രികളിലെ ഈശോ ചെയ്തത് എന്താണ്? കൃതജ്ഞത പ്രകാശിപ്പിച്ചെന്നാണ് പറയണം. ആ ഈശോയിലേക്ക് ഭയങ്കര ദൂരമാണ്. എല്ലാവരും ആൾത്തർ ക്രിസ്തുസൊക്കെ ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയും വൈദികൻ ആൾത്തർ ക്രിസ്തുസാന്ന് പറയും. അപ്പം ഞാനത് വലിയ ഭയഭക്തിയോടെ അംഗീകരിച്ച് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. കാര്യം സഭയുടെ പഠനങ്ങൾ അതാണ്. പക്ഷെ അതല്ല പ്രശ്നം. അതൊക്കെ എന്തുമാത്രം ദൂരമാണെന്നറിയാമോ? ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുന്ന ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു സ്വത്വം എന്താണ്? ഒറ്റിക്കൊടുക്കപ്പെടുന്ന ഒരു രാത്രിക്ക് അവകാശമാകുമ്പോൾ സ്വസ്ഥം പറയാൻ കഴിയണമല്ലേ ക്രിസ്തു? പറയാൻ കഴിയുമോ? അപ്പോൾ എന്ത് അകലമാണ് ആൾത്തർ ക്രിസ്തു എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാനേ പറ്റത്തുള്ളൂ. ഈ പരിശ്രമമാണ് ജീവിതം. എന്നിട്ട് എന്ത് ഈശോ പറയും? ഈ അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് പറയും, മുറിക്കുമ്പോഴേ എല്ലാ മുറിവുകളും ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയും. കുർബാന ഒരു ആഘോഷമാണ് ശരിക്കും, എല്ലാ മുറിവുകളും. പക്ഷേ ആ മുറിവേറ്റ എന്തിനാണ്? ആ മുറിവേറ്റത് അവൻ്റെ ഓർമ്മയ്ക്കായാണ്. അപ്പമെടുത്ത് മുറിച്ച് പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ. എല്ലാ മുറിവുകളും അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ളതാണ്. നമ്മൾ ദൈവസ്നേഹം വർദ്ധിക്കാനും കൃപ വർദ്ധിക്കാനും അപ്പം മുറിക്കുമ്പോഴേ കർത്താവ് അത് കൃതജ്ഞതാസ്വസ്ഥം ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മാവ് അതിലേക്ക് ആവശ്യിക്കും. എല്ലാ മുറിവുകളും ഓർമ്മ ആഘോഷിക്കുമ്പോഴേ അതിൽ പരിശുദ്ധാത്മാവ് നിറയും. മുറിവുകൾ ആഘോഷിക്കപ്പെടണം, കുർബാനയായി ആഘോഷിക്കപ്പെടണം. മുറിവുകൾ പരിശുദ്ധാത്മാവിന് നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം വർദ്ധിക്കാൻ ഉള്ള ബലം, ആത്മീയ ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ ശക്തരാകുക, മുറിവുകളിൽ പതറാതെ മുന്നോട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹം പകരാ എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ കനിവിൻ കടലേ നിറയൂ എൻ കരളേ, കടലേ കനിവിൻ കടലേ ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ദൈവം അനുഭവിച്ചത് തന്നെ എൻ്റെ വഴക്ക് പറയണമെന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുതേ. അത് നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ അത് നീരസമായിട്ട് എടുക്കരുത് നിങ്ങൾ. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്.
പക്ഷേ എൻ്റെ മക്കളത് കറക്റ്റായിട്ടാണ് അത് ചെയ്യണത്. ഞാൻ പറയുന്ന വോളിയം ഓഫ് ലവ് അത്രയും കടുത്ത ദൈവത്തിന് നമ്മളെ സംശയിക്കാൻ പറ്റാത്ത അത്രയും ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അത്രയും ദൈവസ്നേഹത്തോടെയാണ് എൻ്റെ മക്കളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ മത്സ്യത്തിൻ്റെ കാര്യം കണ്ട, ഇത് അപ്രതീക്ഷിതമായി വന്നതാണ്. 70 കിലോ തൂക്കമുള്ള തോബിയാസിനെ പിടിക്കാൻ 100 കിലോ തൂക്കമുള്ള മത്സ്യം വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ തോബിയാസ് കരക്ക് നോക്കി പേടിച്ച് നോക്കുമ്പോൾ പറയും അവനക്കത് പിടിക്കാൻ പറയും. ഉടനെ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനുള്ള ശക്തി ഈ തോബിയാസിന് കിട്ടും. അതിൻ്റെ അർത്ഥം ഉടമ്പടി കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിനക്ക് തന്നുവന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. കൈയടിക്കട്ടെ. സ്നേഹം പകരാ എന്നെ തേടി നീ വന്നു, നിന്നിൻ സ്നേഹം പകരാ കനിവിൻ കടലേ നിറയൂ എൻ കരളേ, കനിവിൻ കടലേ നിറയൂ എൻ കരളേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നിട്ട് ഈ തോബിയാസ് മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടിട്ട് തോബിയാസ് പിന്നെ ദൂതനോട് ചോദിക്കും, വാട്ട് ഐ ഷുഡ് നാവോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഉടനെ പറയും ഇതിൻ്റെ ചങ്കും കരളും പറിച്ചെടുക്കാൻ പറയും. ആ പ്രശ്നത്തിൻ്റെ ചങ്കും കരളും ഇയാൾ പറിച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടെ അതിനെ ചുട്ടു തിന്നും. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കണം നോക്കണം. എല്ലാ ഉടമ്പടി കാലങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും അതിൻ്റെ വഴികളുമാണ് വരണത്. അപ്പോൾ നിങ്ങൾ പതറുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തോബിയാസിൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയല്ല വിളിക്കുന്നത്, ദൂതനെയാണ് നോക്കണത്. മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി, മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടപ്പോഴും ദൂതനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ദൂതൻ പറഞ്ഞു എൻ്റെ ചങ്കം കരളും പറിക്കണം, അത് സൂക്ഷിച്ച് വെക്കണം, അതുകൊണ്ട് നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും. ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം. ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാനകോശം എഴുതി. അത് ഞാൻ എൻ്റെ 89 കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നതാണ് സഭയുടെ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക. മിഷണറി കലകളാണ് ചവിട്ടുനാടകം, പുത്തമ്പാൻ, അമ്മാനം, ദേവാസ്, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, അങ്ങനെ കുറേ ഉണ്ട്. 9 കലകളുണ്ട്. അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അവതരണങ്ങൾ, അതുപോലെ തന്നെ കളരികൾ സ്വരൂപിക്കുക, അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിലും ഹെൽപ്പ് ചെയ്യും. അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ 2 പേർക്ക് മാത്രം കൊടുക്കുക സീനിയർ ഫെലോഷിപ്പ് തന്ന സെൻട്രൽ ഗവൺമെൻറ്. അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 2008 മറ്റെയാണ്. 2008 എനിക്ക് 3 ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ്. ഞാൻ ചെയ്ത വർക്ക് എന്തിനാണ്? ചവിട്ടുനാടക വിജ്ഞാനകോശം. അത് ആ വർക്ക് തീർന്നത് എപ്പോഴാണ്? 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2013 ആ വർക്ക് തീർന്നത്. ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ? ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് എന്തുമാത്രം ഇത് ആദ്യമേ, അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുക ഞാൻ അവിടെ കൊണ്ട് വിസാക്ക് കൊടുത്തു, അപ്പോൾ ഏജൻസിക്ക് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി ഏജൻസി ഫേക്കാണെന്ന് കണ്ടു. അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു ചോദിച്ചു, അവർ കുറച്ച് കാശ് തന്നു, പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കണില്ല. ഇങ്ങനെ നിങ്ങളുടെ കഥ ഇല്ലേ? ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്കീംസ് തരികയാണ്. അതെപ്പോഴും ഓർത്തേക്കണം, പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത്. എല്ലാ കാര്യവും വിജയിക്കരുത്. എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. എല്ലാ കാര്യവും വിജയിച്ചാൽ നിൻ്റെ പദ്ധതി വിജയിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല, നിന്നെ ബലമാക്കുകയാണ്. നിന്നെ എന്താണ്?
അവസാനം ഫിലിപ്പിയർ 4:13 പറഞ്ഞതാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് പറഞ്ഞ്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പാർട്ടിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ? അപ്പോൾ കുറച്ച് 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മാറുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന്, പണം, അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും നമ്മൾ, അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ. എന്താണ് ഫിലിപ്പിയർ 4:13 എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറഞ്ഞോളൂ, വായിച്ചോളൂ, സാധിക്കും. അതായത് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്നി മേടിക്കാൻ ഒരു കടയിൽ പോയി, അവിടെ പിണ്ണാക്കില്ല, പിണ്ണാക്ക് മേടിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി, ഇങ്ങനെ പലയിടത്ത് നടക്കേണ്ടി വരും. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്നാണ് അർത്ഥം. അല്ല, നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും, ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും, അവിടെ സമയം തെണ്ടും. അതാണ് പ്രശ്നം. ആങ്ങളൊക്കെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ്, കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ്. അമ്മായിയമ്മയോടെ പോരുന്ന ചില അമ്മായിയമ്മമാരുടെ മേൽമക്കൾ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പത്രത്തെ വന്നാണ്, അമ്മായിയമ്മ മരുമകൾക്ക് അടുക്കള പോര്. അപ്പോൾ ജയിക്കാൻ വേണ്ടി അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ ആങ്ങള ആരാണെന്ന് അറിയാമല്ലോ, കൊട്ടേഷനാണ്, നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയും. ആരും നിങ്ങളുടെ മകനെ കൊടുക്കുമെന്ന് പറയും. ആര് അനിയനുണ്ടേ ഭർത്താവിന്, അവൾക്ക് അവൾ കൊടുക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷേ ആധ്യാത്മിക ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങളുടെ അവലംബം വെക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്താത്തുന്ന വിഷയമല്ല, ഒരു ജീവിത രീതിയാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമയത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമയത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശു കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശു കൂടെയുള്ളതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഉടമ്പടി കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമല്ല, ഒരു ഫംഗ്ഷനല്ല, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിലപാടുണ്ട്. ആരാണ് എന്നെ ശക്തനാക്കുന്ന? ആരാണ്? ദൈവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ നിങ്ങളുടെ മതിൽ പൊളിച്ചു. ഇപ്പം ഇന്നലെ ഇപ്പോൾ ഈ സിലുവിൻ്റെ സാക്ഷ്യത്തിലുണ്ടേ, സിലുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ പാമ്പ് മാറി മാറി കയറണം. ഒരു പാമ്പ് അണലി ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം മുറുക്കം വരും, പിന്നെ ചേനത്തണ്ടം വരും, ശംഖുവരയും വരും. ഇങ്ങനെ ഓരോ പാമ്പ് വരികയാണ്. മൊത്തം ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണില്ല. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും വിളിച്ച് വരുത്തിയ ഏക്കത്തില്ല ഈ സാധനം. കാര്യം കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ല ഈ മുറുക്കപ്പാമ്പൊക്കെ, ഒത്തുതീർപ്പിന് തയ്യാറല്ല. അവന്മാർ കയറി വേണമെങ്കിൽ നമ്മുടെ തലേൻ്റെ താഴെ ഇരിക്കും. അപ്പോൾ ഈ ലോകത്ത് കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ലാത്ത ഒത്തിരിയേറെ ജീവികളും ഈ ജീവിത വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്മാരിൽ ആശ്രയിക്കുമ്പോഴും മരുന്നിൽ ആശ്രയിക്കുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നതിന് കരൾ രോഗം ഉണ്ടെങ്കിൽ അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം വരണത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഈ ദൈവത്തിന് ഒരു ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ഉടമ്പടി കാലം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ, നിലപാടുകൾ
ദൈവവിഹിതമായ നിലപാട് എടുത്തത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നിലപാട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് നിലപാട് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാണ് പ്രലോഭനമെന്ന് പറയണത്. മനസ്സിലായില്ലേ? അതിന് കർത്താവിൻ്റെ മരുന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അത് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ വീണ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനേക്കാൾ വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന എന്ന് ദൈവത്തെക്കാൾ വലിയ സംവിധാനമാണെന്ന് മിഥ്യാധാരണയിൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. നമ്മളത് സെക്സായിട്ട് മനസ്സിലാക്കി. സെക്സ് അല്ല പ്രശ്നം. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നാണ് ഈ പ്രലോഭനം സ്റ്റാർട്ട് ചെയ്യണത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്വർണം ചിലപ്പോൾ ദൈവമായിട്ട് വരും. ദൈവം ഇപ്പോൾ ഒരു സ്വർണം നമുക്ക് വാങ്ങിച്ചിട്ട് തരണില്ല അവർ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നിങ്ങളോട്, വായ്പ വാങ്ങിച്ചതാണ്. പക്ഷേ അവർ വിറ്റ് മാറ്റി, അവർ തന്നില്ല. അവരോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ. അവരെ കയ്യിൽ നിന്ന് കുഴപ്പം സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? മേടിക്കാമെങ്കിൽ മേടിക്കാനാണ് പറയണത്. നമ്മുടെയൊക്കെ എന്ത് സ്വർണ്ണം അരിയും തിന്ന് ആശ്വാസത്തിനൊക്കെ അടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറിവുറപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരുന്ന അനുഭവങ്ങൾ ആ തരവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത് കൊണ്ടാണ് ഈ 90 ദിവസം കഴിയട്ടെ, നിൻ്റെ കൈയും കാലും ഞാൻ വിട്ടു എന്ന് പറയും. അതാണ് പ്രശ്നം. അവിടെയുടെ പ്രശ്നം. ഇതാണ് പ്രലോഭനം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ 90 ദിവസം കഴിയുമ്പോൾ കൈകാര്യം പെടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി ഇപ്പം തന്നെ നിരക്കാൻ തുടങ്ങിയിരിക്കണത്. നിങ്ങൾ ആരാണെന്ന് അറിയാവില്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവനെ അറിയാവുന്ന. അതാ വിഷയം. 2:24 എടുത്തേ. ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. 25. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതാ പറയാം, വൃത്തിയായിട്ടും വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാര്യത. നിങ്ങൾ എന്ത് ഉരുപ്പടിയാണെന്നുള്ളതിനെക്കുറിച്ച്, കാതലാണോ വെള്ളയാണെന്നുള്ളത് അറിയാൻ പറ്റും. ഈ മരം വിൽക്കുന്ന ആൾക്കാർ വരത്തില്ലേ? അപ്പോൾ അവർ നമ്മൾ ആഞ്ഞിലേക്ക് കാണിക്കാൻ പറയും, എൻ്റെ ചേച്ചി ഇത് കൂടെ ഒന്നും കിട്ടത്തില്ല, ഞാൻ 14,000 രൂപ തന്നെ ഞാൻ കൂടുതലാണ് പറഞ്ഞത്, ഇത് മുഴുവൻ വെള്ളയാണെന്ന് പറയും. ചിലപ്പോൾ കള്ളത്തരായിരിക്കും അത് പറയണതേ, നമുക്കിപ്പോൾ അത് ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും ശരി, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം കാതലാണോ വെള്ളയാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരായിരിക്കും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് 2:25 പറയണത്. എന്താണ്? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അത് സീരിയസ് നിസ്സാര വിഷയമല്ല. അതായത് ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ വിട്ടു നിൽക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഗോവയെന്ന് ഒരു സഹോദരി വന്ന, അപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി, നോട്ട് റൈറ്റ് എന്ന് തോന്നി. അപ്പം ഞാനിവിടെ രണ്ടാമത് ഇവരുടെ ചീട്ടെടുത്ത് കൂട്ടത്തിൽ നിന്ന് എടുത്ത് രണ്ടാമത് പൊക്കിയെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിക്കാർ ചില NRIക്കാരാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആണെങ്കിൽ അവർ 5 കൊല്ലം കഴിഞ്ഞാലേ പിന്നെ വരത്തുള്ളൂ. അവരച്ഛൻ കാണാൻ ചിലപ്പോൾ അവർക്ക് ഈ വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും. വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും. പക്ഷേ ഇവർ ഗോവക്കാരത്തെയാണ്. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി ജീവിക്കണം. ആദ്യം പോയി ഇവർ കത്തോലിക്കരാണെങ്കിൽ പോയി കുമ്പസാരിക്കണം. ആ ഉടമ്പടി ജീവിച്ചിട്ട് 90-ാം പക്കമാണ് തിരിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റണമെങ്കിൽ, അത്യാവശ്യമായിട്ട് കാണണമെങ്കിൽ കാണേണ്ടത്. ഇവരങ്ങനെ ഒന്നുമില്ലാതെ നേരെ ഉടമ്പടി എടുത്തിട്ട് നേരെ. അപ്പോൾ ഞാൻ മാനേജറെ വിളിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചതിക്കാനിരിക്കണമെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അപ്പോൾ അയാൾ എന്നോട് പറയണത് 2 ദിവസമായിട്ട് അമ്മയും മകളും ഇവിടെ പുറകെ അടക്കുകയാണ്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടാൻ പറ്റപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഇവിടെ സൂര്യകടായിട്ട് പുള്ളി ചീട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ പിടിച്ചു. എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും പെശകല്ല. ഞാൻ ഈ ചീട്ട് 2ാം വായിച്ച് നോക്കിയപ്പോൾ എന്താ പറ്റുമെന്ന് അറിയാമോ? ഇവരെഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഇവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ 19 കൊല്ലം കഴിഞ്ഞ് അവിടെ മകൻ അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ മകനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന്. കാര്യം അതിന് കുറേ ചടവ് നിവർത്താനുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് അറിയണം. ഇവളാണ് ഇട്ടച്ചും പോകുന്നത്, അവനാണ് പോകുന്നതെന്ന്. അവനാണ് ഇവളെ ഉപേക്ഷിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീതിയുടെ പക്ഷം നിൽക്കും. ഒരു നീതിപക്ഷം ഉണ്ടല്ലോ. നമ്മളുള്ള പ്രകൃതമെല്ലാം കാണിച്ചു കൂട്ടി ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം ഉരുത്തി കണ്ട് വായിലോട്ട് വിഴുങ്ങി തരുന്ന നമ്മൾ ആനക്ക് നമ്മൾ പട്ട കൊടുക്കുന്ന വിചാരിക്കണത് നടക്കത്തില്ല. ഒറ്റ നടക്ക് പോകത്തില്ല.
ഒന്നാമത്തെ എനിക്ക് അവരോട് സംസാരിക്കാൻ നല്ല തിരക്കായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അവരോട് ശരിക്കും സംസാരിച്ചു തരാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആര് പറഞ്ഞിട്ടാണ് നീ കൂദാശ ബന്ധം പിരിഞ്ഞത്? നിന്നെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഓക്കെ, ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ അങ്ങനെ പല കാര്യം ചെയ്യും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ പാടില്ലാതെ നടിച്ചുകൊണ്ട് നിൻ്റെ സൗകര്യത്തിന് വേണ്ടി നീ കൊച്ചിനെ ആ പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവളെ പോകുന്നേ നേരത്തെ. ഇപ്പം 19 വയസ്സിൽ ആൺകൊച്ചിനെ കൂടി കിട്ടി വീട്ടിൽ നിർത്തി വേല എടുപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അരിശം കൊണ്ട് ആറ്റിച്ചാടുന്നവരെ വേറെ പല അരിശം എടുത്താൽ പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല. ഇപ്പോഴെന്ത് 19 വയസ്സിൽ ആ പയ്യനെ കിട്ടണമെന്ന് പറയുകയാണ്. അതിനകത്ത് നീതി ഉണ്ടോ എന്ന് അറിയത്തില്ല. അവനാണ് ഇവളെ ഉപേക്ഷിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്തൊരു സ്കോപ്പുണ്ട്. പക്ഷേ അല്ലെങ്കിൽ സ്കോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, കൊച്ചിനെയും വിളിച്ചിട്ട് പോകുന്നതാണെങ്കിൽ സ്കോപ്പില്ല അതിൻ്റെ അകത്ത്. ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് മനസ്സലിഞ്ഞ് ചിലപ്പോൾ ഈ കൊച്ചിനെ നിന്നെ അമ്മയ്ക്ക് നിനക്ക് ഇഷ്ടമുള്ള പോകാമെന്ന് അവൻ പറഞ്ഞാൽ പോലും ദൈവത്തിരുസന്നിധിയിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കും. ദൈവത്തെപ്പോലും മാനിക്കാത്തവരാണ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 50% ദൈവത്തെ മാനിക്കാത്തവരാണ്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഞാൻ 21 വർഷത്തോളം ഈ 89 മുതൽ 2000 ഇപ്പോഴുള്ള 25 വരെ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിലാണ് ഞാൻ പറയണത്. ഡൈവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ 50% ദൈവഭയം ഇല്ലാത്തവരാണ്. അവരുടെ അപ്പുറത്തെ കാര്യം നടന്നു പോരണം, അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ്. ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവർ പിന്നെ എത്ര കടന്ന് മോങ്ങിയാലും ആ ദൈവം നിത്യതയെ പോലെ തിരിച്ചു വരത്തില്ല. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്പെൻസേഷനൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ വേറെ കെട്ടാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിരുസന്നിധി ആ കണക്കെടുപ്പുണ്ട്. കാര്യം എന്താണ്? നീ അന്ന് അമ്മ പറഞ്ഞു ഇന്നിപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, അന്ന് നിന്നെ ചട്ടക്കയറ്റിയ ആൻറ്റിമാരിന്ന് ജീവിച്ചിരിപ്പില്ല, അതെല്ലാം ചത്ത് തവള ചാണ പോലെ ചത്ത് ജീവിതത്തിൽ ഒരു പൊടിയാട് കിടപ്പുണ്ട്. അവരെ നശിപ്പിച്ച ജീവിതമാണ് നിൻ്റെത്. അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ജീവിത പങ്കാളി പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളിയുമായിട്ട് താമസിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സ്ക്രൂ ചെയ്യുന്നവർ ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മാവനായിരിക്കാം, ചിലപ്പോൾ അനിയത്തിയായിരിക്കാം, ആൻറ്റി ആയിരിക്കാം. ഇവന്മാരെല്ലാം ചത്ത് പാമ്പ് ചാകണ പോലെ ചത്ത് പൊടിയായിട്ടിരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ കേട്ടിട്ട് ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. ദൈവത്തെ നമ്മൾ ഒരിക്കൽ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ ആ ദൈവത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ ദൈവം തിരിച്ചു വരത്തില്ല. ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമെന്നല്ലേ ഉള്ളൂ. നിത്യത. ഞാൻ മാതാവിനെ നേരെ ചൊവ്വ കണ്ട ആളാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമില്ലാത്തവർ, അടയാളമില്ലാത്തവർ, അനുഭവമില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആധ്യാത്മികതയിൽ ചിലപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്രമൈസും ഒത്തുതീർപ്പും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കൃപാസനത്തിലാണ് ഉടമ്പടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ 10,000 ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന ഇടത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടാതെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ ഓപ്ഷനാണ്. നിങ്ങൾ തിരിച്ചറിയണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്തപിക്കാനുള്ള, ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഒരുമിച്ച് പാട് എല്ലാവരും.